ഒട്ടുമിക്ക എല്ലാ ഗേൾസും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പീരീഡ്സ് പെയിൻ. ചിലർക്ക് അത് കുറവായിരിക്കും, ചിലർക്ക് അൺസഹിക്കബിളും ആയിരിക്കും. പിന്നെ ആഡ് ഓൺ ആയി വരുന്ന മൂഡ് സ്വിങ്സിനെ പറ്റി പറയണ്ടല്ലോ. ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെയിം പീരിയഡ് പെയിൻ ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബോഡി ടൈപ്പ് ആൻഡ് യുവർ പെയിൻ ടോളറൻസ് ലെവൽ. ഇതിന്റെ പ്രോപ്പർ സയന്റിഫിക് സൈഡ് പറയാൻ എനിക്കറിയില്ല. ബട്ട് ഐ നോ ദാറ്റ് നമ്മൾ ഓരോ ഹ്യൂമൻസും ഡിഫറെന്റ് ആണ്, നമ്മുടെ ഹോർമോൺ ലെവൽസ് ഡിഫറെന്റ്, ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പീരീഡ് പെയിൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഫേസ് ചെയ്ത പെയിൻ ആണ് ഏറ്റവും വലുത്, അതുണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും എഴുന്നേറ്റ് പോലും നടക്കില്ല എന്ന് പറയുന്ന ചില ടീംസ്. അതിനെയൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടോ അല്ലെന്ന് പറഞ്ഞു കൊടുക്കുക ആരും ഇല്ലല്ലോ ഈശ്വര. ഇഫ് യു സ്റ്റിൽ ചൂസ് ടു ബിലിറ്റിൽ someone's pain just because you didn't feel it that way doesn't mean that they are faking it. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നോർമൽ അല്ല എന്നും പറഞ്ഞ് പെയിൻ അനുഭവിക്കുന്നവരുടെ ഇടയ്ക്ക് കയറി ചെല്ലണത് ചിലപ്പോൾ തലയ്ക്ക് ചിരവ എടുത്തടിച്ചെന്നിരിക്കും. അപ്പൊ ശരി, എല്ലാം പറഞ്ഞു.